വൈ.എസ്. ശർമിള കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ശർമിളയെ ഉപയോഗിച്ച് കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ ഭരണം തിരികെ പിടിക്കുമോ? കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന എം.ടി. രാമറാവുവിന് ശേഷം ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന്റെ സ്ഥാനം തിരിച്ചുപിടിച്ച വൈ.എസ്. രാജശേഖര റെഡ്ഡിയുടെ മകളാണ് വൈ.എസ്. ശർമിള. ശർമിളയുടെ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ശർമിളയെ ഉപയോഗിച്ച് ആന്ധ്രയിൽ കോൺഗ്രസിന്റെ പ്രതാപം തിരിച്ചു പിടിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായി കോൺഗ്രസിനുണ്ടായിരുന്ന സഖ്യം തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജഗൻമോഹൻ റെഡ്ഡിയെ വീഴ്ത്താനുള്ള ഏറ്റവും നല്ല മാർഗം ശർമിളയെ കൊണ്ടുവരുന്നതാണെന്നും സഹോദരങ്ങളായ ജഗനും ശർമിളയും തമ്മിലുള്ള രാഷ്ട്രീയപരമായും വ്യക്തിപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അനുകൂലമാക്കി എടുക്കാമെന്നുമാണ് കോൺഗ്രസ് കരുതുന്നത്. അതിലൂടെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ തട്ടകമായിരുന്ന ആന്ധ്രയിൽ തിരികെ ആധിപത്യം സ്ഥാപിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയത്തിൽ വൈ.എസ്.ആർ കുടുംബത്തിന്റെ ചരിത്രം ഒരു സിനിമാ കഥ പോലെ ഉദ്യോഗജനകമാണ്. വൈ.എസ്. രാജശേഖര റെഡ്ഡിയുടെ മകൻ വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡി 2019 ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലെത്തുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനം മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനും സംസ്ഥാന തെരഞ്ഞെടുപ്പിനും സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അതിന് കാരണം സഹോദരങ്ങൾ തമ്മിൽ നേർക്കുനേർ പോരാടുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ്. 2009 സെപ്റ്റംബർ 2 ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വൈ.എസ്. രാജശേഖർ റെഡ്ഡി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ആന്ധ്രയിൽ കോൺഗ്രസ് പാർട്ടിയുടെ നെടുന്തൂണായിരുന്ന, അവിടുത്തെ ജനങ്ങൾക്ക് ദൈവതുല്യനായിരുന്ന വൈ.എസ്.ആറിന്റെ മരണം പാർട്ടിക്കകത്തും അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഇടയിലും വലിയ ആഘാതമുണ്ടാക്കി. രാജശേഖർ റെഡ്ഡിയുടെ മരണത്തിന് ശേഷം മകൻ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും ജഗൻമോഹന് മുഖ്യമന്ത്രി പദവി കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം വിസമ്മതിച്ചു. കുറഞ്ഞപക്ഷം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജഗന്റെ ആ പ്രതീക്ഷയും നിറവേറിയില്ല. വൈ.എസ്.ആറിന്റെ മരണത്തെ തുടർന്ന് ആന്ധ്രാപ്രദേശിൽ 450 പേരോളം ആ ആഘാതത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നു. അവരുടെ വീടുകളിലേക്ക് ഒടരപ്പ് യാത്ര എന്ന പേരിൽ ജഗൻ കാൽനട യാത്ര നടത്തുകയും അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. വൈ.എസ്.ആറിന്റെ പിൻഗാമി താനാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം കൂടിയായിരുന്നു ജഗൻ ഈ യാത്രയിലൂടെ ലക്ഷ്യമിട്ടതും. അക്കാലത്ത് തന്നെ വൈ.എസ്.ആറിന്റെ ഭാര്യ വൈ.എസ്. വിജയമ്മയും മകൾ ശർമിള റെഡ്ഡിയും സോണിയാഗാന്ധിയെ കാണാൻ ഡൽഹിയിൽ അവരുടെ വസതിയിൽ ചെല്ലുകയുണ്ടായി. രാജശേഖർ റെഡ്ഡിയും രാജീവ് ഗാന്ധിയും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് വൈ.എസ്.ആറിന്റെ ഭാര്യയും മകളും വിശ്വസിച്ചിരുന്നത്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. വളരെ സമയം കാത്തു നിർത്തിയ ശേഷം ദേഷ്യം നിറഞ്ഞ മുഖവുമായി അവരെ സ്വീകരിച്ച സോണിയാഗാന്ധി അവരോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ജഗൻമോഹൻ റെഡ്ഡി നടത്തുന്ന ഒടരപ്പ് യാത്ര ഉടനെ നിർത്തിവെക്കാൻ പറയണമെന്നാണ്. വൈ.എസ്.ആറിന് പിൻഗാമിയായി മകനെ നിയമിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കില്ലെന്നും സംസ്ഥാന സർക്കാരിനെ തകിടം മറിക്കാനുള്ള യാത്രയാണിതെന്നും മനസ്സിലാക്കിയാണ് സോണിയാഗാന്ധി അത്തരത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ രാജശേഖർ റെഡ്ഡി മരിച്ചപ്പോൾ ജീവൻ വെടിഞ്ഞവരുടെ കുടുംബങ്ങളെ കാണാനുള്ള യാത്രയാണിതെന്ന് വിജയമ്മയും മകളും സോണിയാഗാന്ധിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും സോണിയാഗാന്ധി അതിന് ചെവി കൊടുത്തില്ല. പകരം അവരോട് അമർഷം പ്രകടിപ്പിച്ചു. അന്ന് ഡൽഹിയിൽ നിന്ന് മടങ്ങിപ്പോന്ന വിജയമ്മയും മകളും പ്രതികാരം എന്ന രീതിയിൽ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു. അങ്ങനെ ജഗനും അമ്മയും സഹോദരിയും ചേർന്നെടുത്ത തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി വിടുക, പകരം മറ്റൊരു പാർട്ടി രൂപീകരിക്കുക എന്നത്. അങ്ങനെയാണ് വൈ.എസ്.ആർ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. അതേസമയം ഗാന്ധി കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന റോസയ്യ ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായി നിയമിതനാവുകയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ തെലങ്കാന രാഷ്ട്ര സമിതി അധ്യക്ഷൻ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിൽ ആന്ധ്ര വിമോചന സമരം ശക്തമായി നടന്നിരുന്നു. ആന്ധ്ര വിമോചനത്തോടുകൂടി കോൺഗ്രസും വൈ.എസ്.ആർ കോൺഗ്രസും തമ്മിൽ കൂടുതൽ അകന്നു. ജഗൻമോഹന് മുഖ്യമന്ത്രി പദവി കൊടുക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് വൈ.എസ്.ആറിന്റെ ഭാര്യ വിജയമ്മയും തന്റെ 2 മക്കളെയും കൂട്ടി ആന്ധ്ര ഒട്ടാകെ ഒരു പദയാത്ര നടത്തി. പ്രജാസങ്കല്പ എന്ന പേരിൽ നടത്തിയ ആ പദയാത്ര അക്കാലത്ത് ആന്ധ്രയിലെ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ബിസിനസ്സുകാരനായ ജഗൻമോഹന്റെ ഓഫീസിൽ
കേന്ദ്ര ഏജൻസികൾ തുടർച്ചയായി റെയ്ഡുകൾ നടത്തി. 2012 ജഗൻ അനധികൃതമായി സ്വത്ത് സമ്പാദന കേസിൽ ജയിലിലായി. ജഗന്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് അന്ന് YSR കോൺഗ്രസ് പാർട്ടി ആരോപിച്ചിരുന്നു. ജഗന്റെ മോചനത്തിന് വേണ്ടി സഹോദരിയായ YS ശർമിള പദയാത്രയും മറ്റ് പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്തു. സഹോദരൻ അഴിമതി ആരോപണങ്ങളിൽ അറസ്റ്റിലായപ്പോൾ 2012 രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന ശർമിള പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ജഗനോടൊപ്പം ശർമിളയും ചേർന്ന് YSR കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ജനങ്ങൾ കരുതിയത്. പക്ഷേ അവിടെ സംഭവിച്ചത് മറിച്ചായിരുന്നു. 18 മാസത്തെ ജയിൽവാസത്തിന് ശേഷം 2013 ജഗൻ പുറത്തിറങ്ങി. വീണ്ടും ഇലക്ഷനിൽ മത്സരിച്ചു. ചന്ദ്രബാബു നായിഡുവിനോട് പരാജയപ്പെട്ടു. 2017 അവസാനമായപ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറുമായി ചേർന്ന് പ്രവർത്തിച്ച് ആന്ധ്രാപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം സ്വന്തമാക്കി. ആന്ധ്രയിൽ കോൺഗ്രസിനെ നാമാവശേഷമാക്കി വലിയ വിജയത്തോടുകൂടി 2019 ജഗൻമോഹൻ മുഖ്യമന്ത്രിയായി. അധികാര സ്ഥാനങ്ങൾ അലങ്കരിച്ചത് ജഗൻ മാത്രമായിരുന്നു. അവിടെയും ശർമിള മാറ്റി നിർത്തപ്പെട്ടു. പിതാവായ YS രാജശേഖർ റെഡ്ഡിയുടെ സ്വത്തിനെ സംബന്ധിച്ച തർക്കവും കൂടിയായപ്പോൾ കുടുംബത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതോടൊപ്പം YS രാജശേഖർ റെഡ്ഡിയുടെ സഹോദരനും മുൻ MP-യുമായ YS വിവേകാനന്ദ റെഡ്ഡി 2019 മാർച്ചിൽ കൊല്ലപ്പെട്ടു. ആ കേസുമായി ബന്ധപ്പെട്ട് ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതൃ സഹോദരൻ YS ഭാസ്കർ റെഡ്ഡിയും മകൻ കടപ്പ MP YS അവിനാഷ് റെഡ്ഡിക്കുമെതിരെ കൊലപാതക ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ ആ ആരോപണങ്ങളിൽ നിന്നൊക്കെ അവരെ ജഗൻമോഹൻ റെഡ്ഡി സംരക്ഷിച്ചത് അമ്മ വിജയമ്മയ്ക്കും കുടുംബത്തിനും ജഗൻമോഹനെതിരെയുള്ള എതിർപ്പ് രൂക്ഷമാക്കി. 2021 ആയപ്പോഴേക്കും ശർമിളയും സഹോദരൻ ജഗനുമായി രാഷ്ട്രീയപരമായും അകൽച്ചയുണ്ടായി. തെലങ്കാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി YSR കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിജയമ്മയും ശർമിളയും പുറത്തുവരികയും 2021 ജൂലൈയിൽ അമ്മയും മകളും ചേർന്ന് YSR തെലങ്കാന പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. YSR കോൺഗ്രസും N ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയും ശക്തി പ്രാപിച്ച ആന്ധ്രയിൽ തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ബോധ്യം കൂടിയായിരുന്നു തെലങ്കാന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ശർമിളയെ പ്രേരിപ്പിച്ചത്. കോൺഗ്രസിനും ചന്ദ്രശേഖർ റാവുവിന്റെ BRS അതായത് ഭാരത് രാഷ്ട്ര സമിതിക്കും എതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു തെലങ്കാന രാഷ്ട്രീയത്തിലേക്കുള്ള ശർമിളയുടെ കടന്നുവരവ്. 2023 നവംബറിൽ തെലങ്കാന നിയമസഭയിൽ തന്റെ പാർട്ടി മത്സരിക്കുമെന്ന് ശർമിള പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിനെതിരെയല്ല, കോൺഗ്രസിനൊപ്പം നിൽക്കാനാണ് താല്പര്യമെന്നും അവർ അന്ന് വ്യക്തമാക്കിയിരുന്നു. BJPയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം ലഭിച്ചെങ്കിലും ശർമിള കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ തെലങ്കാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വിജയത്തിന് പിന്നിൽ തന്റെയും പാർട്ടിയുടെയും പങ്കുണ്ടെന്ന് ശർമിള അവകാശപ്പെട്ടു. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശർമിള കോൺഗ്രസിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയത്. ആന്ധ്രാപ്രദേശിൽ തകർന്നുപോയ കോൺഗ്രസിനെ ശർമിളയിലൂടെ തിരികെ പിടിക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ വിശ്വാസം.